जयो कुंज विहारी समाधवा जयो कुंज विहारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जना यशोदनन्दन व्रज जनरञ्जना यमुनतीरावनचारि यमुनतीरावनचारि जय राघवाधवा जयो कुंज विहारी जय राघवाधवा जयो कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय गुरुदेव 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 जय जय गुरुदेव ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം 46-ാം ശ്ലോകമാണ്. ഈ 46-ാം ശ്ലോകം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം കൂടിയാണ്. ഈ 46-ാം ശ്ലോകം വായിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു അധ്യായത്തിന്റെ സംക്ഷിപ്തവും കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശ്ലോകം വായിക്കാം. സഞ്ജയ ഉവാച ഏവമുക്ത അർജുന സംഘേ യതോപസ്ഥ ഉപാവിശത് സൃജ്യ ശശകം ചാപം ശോകസന്ദിഗ്ധമാനസ. സഞ്ജയ ഉവാച ഏവമുക്ത അർജുന സംഘേ യതോപസ്ഥ ഉപാവിശത് സൃജ്യ ശശകം ചാപം ശോകസന്ദിഗ്ധമാനസ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ അർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ ശശരം ചാപം ശോകസംവിഘ്നമാനസ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. ഭാവാർത്ഥം: ശത്രുപക്ഷത്തെ സൈന്യസന്നാഹം നിരീക്ഷിക്കാനായി എഴുന്നേറ്റ് നിന്ന അർജുനൻ അത്യന്തം ദുഃഖിതനായി തീർന്ന് അമ്പും വില്ലും ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇരിക്കുകയാണ്. ദയാലുവും മൃദുലഹൃദയനും ഭഗവത് സേവന നിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ. കുരുക്ഷേത്ര യുദ്ധകളത്തിൽ സൈന്യങ്ങളുടെ വീക്ഷണം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കും. ഗണാഞ്ജന ശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ.
नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते संदर्शन दास अधिकारी नामिने नमो प्रभुपादाय प्रेममूर्ति कृपात्मने गौरदेश विदाशार्थ उत्तम भक्तिवर्ष नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवाद पाशाद्य वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो अनन्तकोटि वैष्णववृन्द की श्रील प्रभुपाद की ജയകൃഷ്ണ. ഇത് ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിന്റെ അവസാന ശ്ലോകമാണ്. 1-ാം അധ്യായത്തില് സൈന്യ നിരീക്ഷണം എന്ന അധ്യായത്തിന്റെ പേര്. അവിടെ കൃഷ്ണനും അർജുനനും തേരിലാണ്. അർജുനൻ തനിക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വന്നവരെ കാണാനായിട്ട് തേരിൽ എഴുന്നേറ്റ് നിന്നു. ഭഗവാനോട് രഥം 2 സൈന്യത്തിന്റെയും നടുക്ക് നിർത്താനായിട്ടും പറഞ്ഞു. അവിടെ പക്ഷെ അർജുനൻ കണ്ടത് തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും തനിക്ക് പരിചയമുള്ളവരാണ് അർജുനൻ കണ്ടത്. പരിചയമുള്ളവർ മാത്രമല്ല, തങ്ങളുടെ ബന്ധുമിത്രാദികളും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുത്തച്ഛനെയും തന്റെ ഗുരുവര്യനെ കൂടെ അവിടെ തനിക്കെതിരായി നിൽക്കുന്നതായിട്ട് അർജുനൻ. അപ്പൊ അർജുനൻ പല രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അർജുനൻ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. സാമൂഹ്യമായിട്ടുള്ള ഒരു സന്തുലനം പരിപാലിക്കുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത്തരം രീതിയിലും അർജുനൻ ചിന്തിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഗുരുവര്യനെ മുത്തച്ഛനെയൊക്കെ വധിക്കുന്നത് ഓർത്ത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. പിന്നെ തന്റെ ആത്മീയ പുരോഗതിക്ക് തടസ്സമുണ്ടാകുമല്ലോ എന്നുള്ള രീതിയിലും അർജുനൻ ചിന്തിക്കുന്നുണ്ട്. ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ തടസ്സം. പിന്നെ ഒരു ഭൗതികവാദി എന്ന നിലയിൽ പോലും അർജുനൻ ചിന്തിക്കുന്നുണ്ട്. ഇവരെയൊക്കെ വധിച്ചാൽ ഇവരുടെ രക്തം പുരണ്ട ഭരണം എത്രമാത്രം ആസ്വാദികരമാകും, അത് വളരെ ദുരിതമായിരിക്കുമല്ലോ എന്ന രീതിയിൽ പല തലത്തിലാണ് അർജുനൻ ചിന്തിക്കുന്നത്. ഒന്ന്, തൻ്റെ ആത്മീയ ജീവിതത്തിന് ഇത് തടസ്സം ഉണ്ടാകും, തനിക്ക് വരാൻ പോകുന്ന മുക്തിക്ക് തടസ്സം ഉണ്ടാകും. 2, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ ഇതാവും, കുടുംബത്തിൽ വളരെയധികം ശോഷണം സംഭവിക്കും. അങ്ങനെ ഒരു മിശ്ര സമുദായങ്ങൾ വന്നു ചേരുകയും അത് ഭാവിയിലുള്ള ഒരു രാജ്യ പുരോഗതിക്ക് തടസ്സമാകും എന്ന രീതിയിൽ അർജുനൻ ചിന്തിക്കുന്നു. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ ചിന്തിക്കുന്നുണ്ട്. മൂന്നാമത്, അർജുനൻ ഒരു മുതിർന്നവരോട് നമ്മൾ ഒരു വാക്സമരത്തിന് പോലും പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികളോട് എങ്ങനെ ആയുധമെടുക്കും എന്ന രീതിയിൽ അർജുനൻ ചിന്തിക്കുന്നുണ്ട്. മുതിർന്നവരായിട്ടുള്ള ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ ഞാൻ എങ്ങനെ വധിക്കും? അർജുനൻ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നത്, കൃഷ്ണനാണെങ്കിൽ സാന്ദീപനി മഹർഷിയോട് ഇങ്ങനെ ഒരു യുദ്ധത്തിന് പുറപ്പെടുമോ എന്നാണ്. ആ ഒരു രീതിയിലാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പം ഒരു കുടുംബത്തിലെ ഒരു ഇളയ അംഗം എങ്ങനെ രീതിയിൽ ചിന്തിക്കും, അതേ രീതിയിൽ അർജുനൻ ചിന്തിക്കുന്നത്. പിന്നെ അർജുനൻ ചിന്തിക്കുന്നത് ഒരു ആത്മജ്ഞാനി എന്ന നിലയിലാണ്. താൻ ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാപമെല്ലാം തനിക്ക് വന്നു ചേരും, തനിക്ക് ഭാവിയിൽ വരാനിടയുള്ള ഒരു
മുക്തിക്കിത് തടസ്സമാകും എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അർജുനൻ ഒരു 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 ഇന്ദ്രിയാസ്വാദകൻ എന്ന നിലയിൽ ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാല്, ഈ ഭീഷ്മരെയും ദ്രോണരെയും തന്റെ സഹോദരന്മാരായിട്ടുള്ള ദുര്യോധനാദികളെയൊക്കെ വധിച്ചു കഴിഞ്ഞാല് ആ രക്തം തനിക്ക് ഇനി വരുന്ന എല്ലാ സുഖങ്ങളിലും അത് ഒരു കറയായിട്ട് നിൽക്കും. അവിടെ എങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ പറ്റും എന്ന രീതിയിൽ അർജുനൻ ചിന്തിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ അർജുനന്റെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അർജുനന് ഒരു ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. അർജുനൻ എന്നിട്ട് വിഷമിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന അർജുനൻ വിഷമിച്ചതിന് ശേഷം തന്റെ വില്ലും ശരങ്ങളൊക്കെ താഴെ വച്ചിട്ട് ദുഃഖിതനായിട്ടിരുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഈ ശ്ലോകത്തിന് തൊട്ട് മുമ്പ് അർജുനൻ പറയുന്നുണ്ട്, വേണമെങ്കിൽ ദുര്യോധനാദികൾ എനിക്കെതിരെ യുദ്ധം ചെയ്തോട്ടെ, ഞാൻ അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നില്ല, ദുര്യോധനാദികൾ വേണമെങ്കിൽ എന്നെ വധിക്കാനായിട്ട് ശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അർജുനന്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ശീല പ്രഭുപാദ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആത്മജ്ഞാനത്തിന് തികച്ചും യോഗ്യനാണ് അർജുനൻ എന്നാണ് ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നത്. അതില് ശീല പ്രഭുപാദ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദയാലുവാണ്. എന്താ ദയാലു? തന്റെ മുത്തച്ഛനെയും സുഹൃത്തുക്കളെയും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് തനിക്കെതിരെ യുദ്ധത്തിന് വന്നത്. ഞാൻ അവരോട് ദയ കാണിക്കണം, അവരോട് യുദ്ധം ചെയ്യണ്ട, അവരെന്നെ വധിക്കുന്നെങ്കിൽ വധിക്കട്ടെ. ഇതാണ് ഒരു ദയാലുവിന്റെ ലക്ഷണം. ഒരു മൃദുല ഹൃദയനാണ്. മൃദുല ഹൃദയൻ എന്ന് പറഞ്ഞാല് എത്ര ജനങ്ങളാണ് യുദ്ധത്തിന്, വെറും ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിന് നമ്മൾ പങ്കെടുക്കുമ്പോൾ എത്ര ജനങ്ങളാണ് മരിക്കുന്നത് എന്നാണ് അർജുനന്റെ ഒരു ചിന്താഗതി. അത് മറ്റുള്ളവരോടുള്ള കാരുണ്യമാണ് നമുക്ക് വെളിവാക്കുന്നത്. പിന്നെ ഭഗവത് സേവന നിരതനാണ്. അർജുനൻ എന്തുകൊണ്ടാണ് വിഷമം വന്നത്? ഇതിൽ അർജുനന് ഉറയ്ക്കാൻ പറ്റാത്ത എന്താണ്? ഭഗവാൻ യുദ്ധത്തിനായിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. തനിക്ക് ഈ കാരണങ്ങൾ കാരണം ഭഗവാന്റെ സേവനത്തിന് തടസ്സം ഉണ്ടാകുന്നു. ഭഗവാന് സേവനം ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഒരു സൈഡില് ഈ മൃദുല ഹൃദയത്വവും ദയാലുവും ഉണ്ട്. മറ്റേ സൈഡില് അർജുനൻ തന്റെ ഡ്യൂട്ടി ചെയ്യണം, ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യണം എന്നുള്ള. ഇത് രണ്ടിന്റെ ഇടയിൽ ഏതാണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയാതെ അത്യന്തം വിഷമിച്ചാണ് അർജുനൻ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്പം വില്ല് ഉപേക്ഷിച്ച് വീണ്ടും ഇരിക്കുകയാണ്. ദയാലുവും മൃദുല ഹൃദയനും ഭഗവത് സേവന നിരതനുമായ അദ്ദേഹം ആത്മജ്ഞാനത്തിന് അർഹൻ തന്നെ എന്ന് പറയാം. അപ്പം ആത്മജ്ഞാനം അതിന് അർഹനാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ദയാലു, മൃദുല ഹൃദയം. ദയാലു എന്ന് പറഞ്ഞാല് എന്താ ദയാലു? നമുക്ക് എങ്ങനെ അതിൽ അർഹനാകാൻ പറ്റും? ഇപ്പൊ നമ്മള് എല്ലാ ജീവജാലങ്ങളോടും ഒരു അധീശത്വ ഭാവം കാണിക്കാനായിട്ട് പാടില്ല. എല്ലാവരും എന്നോടൊപ്പം ഉള്ള ഈശ്വരന്റെ കുടുംബാംഗങ്ങളാണ് എന്ന രീതിയിൽ നമുക്ക് ദയാലു വേണം. അതുകൊണ്ടാണ് ഭക്തന്മാര് മാംസാഹാരവും മറ്റുമൊക്കെ ഉപേക്ഷിക്കുന്നത്. കാരണം അവർക്ക് എല്ലാ ജീവജാലങ്ങളോടും ദയയുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മാംസം അതൊക്കെ ഉപേക്ഷിക്കാതെ ആത്മജ്ഞാനം നേടാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ശീല പ്രഭുപാദാണ് പറയുന്നത് 3 ഗുണങ്ങളാണ് ആത്മജ്ഞാനത്തിന് ഒരാളെ അർഹനാക്കുന്നതെന്ന് പറയുന്നു. അപ്പം ഒരു ദയാലു ആകുക. അപ്പം നമ്മള് മത്സ്യമാംസാദികളും മറ്റുമൊക്കെ നമ്മള് കഴിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയാണ് അതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ആരോടും ദയയില്ല. അപ്പം അങ്ങനെ ദയയില്ലാത്ത ഒരു വ്യക്തിക്ക് ആത്മജ്ഞാനം ലഭിക്കില്ല. പിന്നെ മൃദുല ഹൃദയനാണ്. മൃദുല ഹൃദയം എന്ന് വെച്ചാൽ ക്രൂക്കഡല്ല അർജുനൻ. ക്രൂക്കഡല്ല. അദ്ദേഹത്തിന് എല്ലാവരുടെയും നന്മ വേണം. അതാണ് അദ്ദേഹത്തിന്റെ ഓരോ ചിന്താഗതിയുടെയും പുറകിൽ, അദ്ദേഹം പറയുന്ന ഓരോ വാദങ്ങളുടെയും പുറകില് എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുനൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രൂക്കഡായ ഒരു വ്യക്തിക്കും ആത്മജ്ഞാനം ലഭിക്കില്ല. അയാള് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക് ആത്മജ്ഞാനം ലഭിക്കുള്ളൂ. അതാണ് മൃദുല ഹൃദയം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മള് ഒരു
ദയാലു അല്ലാത്ത വ്യക്തിക്ക് ആത്മജ്ഞാനം കിട്ടിയ അയാൾ എന്ത് ചെയ്യും? അയാള് അയാളുടെ ആഹ് അയാൾ ചെയ്യുന്ന ഈ ക്രൂരപ്രവൃത്തികൾ അയാള് അത് വെച്ച് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആത്മജ്ഞാനം കിട്ടിയാലോ അയാൾ അത് വളച്ചൊടിച്ച് അയാളുടെ ഇംഗിതത്തിനായിട്ട് ഉപയോഗിക്കും. ആ, പിന്നെ അർജുനന് ഭഗവത് സേവന നിരതനുമാണ്. ഭഗവാനെ സേവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈശ്വരനോട് ഈർഷ്യയില്ല, അല്ലെങ്കിൽ ഈശ്വരനോട് അസൂയയില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആത്മജ്ഞാനം ലഭിക്കാൻ അർഹമാണ്. ഈശ്വരനോട് ഈർഷ്യയുള്ള ഒരു വ്യക്തികളാണ് ഈ മായാവാദികളെ പോലുള്ളവർ. അവർക്ക് ആത്മജ്ഞാനം ലഭിച്ച അവരെന്ത് ചെയ്യും? അത് ഈശ്വരനില്ല, ഈശ്വരന് കൈയില്ല, കണ്ണില്ല, മൂക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈശ്വരനെ നിന്ദിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആത്മജ്ഞാനം ലഭിക്കില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരും ഭഗവത്ഗീത പഠിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. ദയാലുവായിരിക്കണം. ആ, എല്ലാ ജീവജാലങ്ങളോടും ഒരു ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് നമ്മൾ കണ്ട് അവരോട് ഇടപഴകണം. ആ, ഒരു സെപ്പറേറ്റിസ്റ്റ് മെന്റാലിറ്റി പാടില്ല. ഇതെന്റേത്, അവരുടേത് എന്ന്. നമ്മ എല്ലാവരും ഈശ്വരൻ്റെതാണ് എന്ന് ചിന്തിക്കണം. നമ്മുടെ ആത്മീയ യാത്രയിൽ പോലും നമുക്ക് ഇത്തരം ചിന്തകൾ വളരെയധികം വരാറുണ്ട്. ഇതെന്റെ ആള്, ഇത് നിങ്ങളുടെ ആള്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ. അതൊക്കെ ഈ ഒരു ദയ എന്നുള്ള ഭാവത്തിനെ ഇല്ലാതാക്കും. അപ്പം മൃഗങ്ങളായാലും മനുഷ്യരായാലും ആത്മീയ വ്യക്തിത്വങ്ങളായാലും എല്ലാം ഈശ്വരൻ്റെതാണ്. അപ്പം അവർക്കെല്ലാം ആത്മീയ പുരോഗതി ഉണ്ടാവണം. ആ ഒരു ചിന്തയാണ് ദയാലു എന്നുള്ള. മൃദുല ഹൃദയം എന്ന് പറയുമ്പം ആ വ്യക്തിക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്, അതായത് ഹൃദയം ലളിതമാണ്. ഒരുപാട് ക്രൂക്കഡ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകത്തില്ല. ഇത് വെച്ച് എനിക്ക് അങ്ങനെ ചെയ്യാം, ഇത് വെച്ച് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ അവരെ പറ്റിക്കാം, ഇങ്ങനെ അവരെ വഞ്ചിക്കാം, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വച്ച് നമ്മൾ ആത്മജ്ഞാനം കിട്ടിയാൽ അത് വെച്ച് നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും കിട്ടില്ല. മൃദുല ഹൃദയനായിരിക്കണം. ഭഗവത് സേവന നിരതൻ. നമുക്ക് കിട്ടിയ അറിവ് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയല്ല, ഈശ്വരന്റെ തൃപ്തിക്ക് വേണ്ടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഒരു വ്യക്തിക്കാണ് ആത്മജ്ഞാനത്തിന് അർഹൻ എന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ അർജുനൻ എന്തുകൊണ്ടും സർവദാ യോഗ്യനാണ് ഈശ്വരൻ ഭഗവാനിൽ നിന്നുള്ള അറിവ് ലഭിക്കാനായിട്ട്. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് അർജുനന് ഇങ്ങനൊരു കൺഫ്യൂഷൻ വന്നു പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. അർജുനൻ ഒരു ഉത്തമ ഭക്തനാണ്, ഈശ്വരന്റെ സഹചാരിയാണ്, കൃഷ്ണന്റെ അടുത്ത സുഹൃത്തുമാണ്. പക്ഷെ അർജുനൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു പെട്ടതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഭഗവത്ഗീത കിട്ടിയത്. അത് അർജുനന്റെ ഒരു സേവനമാണ്. എങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് അർജുനൻ ഈ അവസ്ഥയിൽ വന്നു പെടുന്നത്, അത് നമ്മളും വന്നു പെടുമല്ലോ. അപ്പം നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കും ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് അർജുനന്റെ മനസ്സ് ഈ ഒരു തലത്തിലേക്ക് വന്നത് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിന് നമ്മുടെ കൂടെയാണ് എപ്പോഴും മനസ്സുള്ളത്. മനസ്സിന്റെ നമ്മളൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സുമായിട്ട് ഇടപഴകുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും ആളുകൾ. ഒരു തികഞ്ഞ ഭൗതികവാദി മനസ്സിനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. മനസ്സ് പറയുന്ന അനുസരിച്ചായിരിക്കും ആ വ്യക്തികൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു ആത്മീയമായി പുരോഗമിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര് അയാളുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ആദ്യം മനസ്സ് പറയുന്നത് കേൾക്കും. ഒരു ആത്മീയ പുരോഗതി ശ്രമിക്കുന്ന ഒരു വ്യക്തി മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. പിന്നെ അത്യുന്നതമായ ആത്മീയ അവസ്ഥയിൽ എത്തിയ വ്യക്തി തന്റെ മനസ്സിനെ ഈശ്വരന്റെ നിയന്ത്രണത്തിൽ വിടും. ഇതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട്. ആ മനസ്സിനോട് നമ്മൾ ഇടപഴകുന്നത് പൊതുവെ 3 തരത്തിലാണ് നമ്മൾ എല്ലാവരും ഇടപഴകുന്നത്. ഒന്ന്, മനസ്സ് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് നിയന്ത്രിക്കും. നമ്മളെ നിയന്ത്രിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സ് നിയന്ത്രിക്കും. 2, നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. 3, നമ്മുടെ മനസ്സിനെ ഈശ്വരന്റെ നിയന്ത്രണത്തിൽ വിട്ടു.
അതാണ് സറണ്ടർ എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം തോ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുച എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഓരോ ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ആഹ് ആത്മീയ ജീവിതത്തിൽ വരാത്ത വ്യക്തികളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സ് പറയുന്നതാണ് കേൾക്കുന്നത്. എൻ്റെ മനസ്സ് ഇങ്ങനെ ചിന്തിക്കുന്നു, എൻ്റെ മനസ്സ് അങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒരാളാവണം, ഇങ്ങനെ ആവണം, ഇങ്ങനെ ഒരു ഡെസിഗ്നേഷൻ വേണം. ഇതനുസരിച്ച് ആ വ്യക്തികൾ തങ്ങളുടെ മനസ്സ് പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ വ്യക്തികൾ, നമ്മളെല്ലാം ആത്മീയ ജീവിതത്തിൽ വന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തികൾ മനസ്സിനെ കുറിച്ച് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് നമുക്കെല്ലാം സ്ട്രഗിൾ ഉണ്ടാവുന്നത്. രാവിലെ എഴുന്നേൽക്കുക, സാധന ചെയ്യുക, ജപിക്കുക, ബുക്ക് വായിക്കുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഭക്തന്മാരോട് ക്ഷമയോടെ പെരുമാറുക. ഇതെല്ലാം നമുക്ക് വളരെയധികം ഒരു സ്ട്രഗിൾ ആണ്. കാരണം മനസ്സൊരു സ്ഥലത്ത് ഇതൊന്നും പറയുന്ന കേൾക്കണ്ട എന്ന് പറയും. അതേ സമയം തന്നെ നമ്മൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല എന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിനെ പൂർണ്ണമായിട്ട് ഈശ്വരന് സമർപ്പിക്കുന്നത്. ഇവിടെ അർജുനനും ഈ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. അർജുനൻ യുദ്ധം ചെയ്ത് രാജ്യം തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചു. അതൊരു ധർമ്മയുദ്ധമാണ്. അത് മോഡ് ഓഫ് ഗുഡ്നെസ്സിലാണ്. എങ്കിൽ പോലും അതില് ഒരു ഇന്ദ്രിയാസ്വാദനം, ഞാൻ രാജ്യം വേണം, എനിക്ക് ഭരിക്കണം എന്നുള്ള ഒരു ഇന്ദ്രിയാസ്വാദനമുണ്ട്. രണ്ട്, അർജുനന് ഈ കാണുന്ന വ്യക്തികളെല്ലാം കണ്ടപ്പം അതിന് വളരെയധികം സംഘർഷം ഉണ്ടായി. അതാണ് അദ്ദേഹം പറയുന്നത്, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകാം, അവർ യുദ്ധം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അവിടെ ഒരു മനസ്സംഘർഷം ഉണ്ടാവുകയാണ് അർജുനൻ ചെയ്യുന്നത്. ഇവരെയൊക്കെ കണ്ടപ്പം ഒരു കൺഫ്യൂസ്ഡ് ആയി, സ്ട്രഗിൾ ആവുകയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ, മനസ്സിനെ ഒരു തരത്തിൽ പറയുന്നു യുദ്ധം ചെയ്യണം, മറ്റൊരു സ്ഥലത്തിൽ പറയുന്നു യുദ്ധം ചെയ്യണ്ട. അപ്പം ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് അർജുനന് വിഷാദം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അമ്പും ശരങ്ങളും താഴെ വച്ചിട്ട് വിഷമിച്ച് അവിടെ ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹം അവസാനം എന്താ പറയുന്നത്, കരിഷ്യവചനം തവ, അങ്ങ് പറയുന്ന എന്തോ ഞാൻ അതനുസരിക്കാം. അദ്ദേഹം തന്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഭഗവാന്റെ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത്. ഇത് നമ്മൾ എല്ലാവരും നമ്മുടെ ഈ പാതയിൽ, നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ പാതയിൽ നമുക്കും ഈ ഓരോ ഘട്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചിലപ്പോൾ ദീക്ഷ എടുത്തിട്ടുണ്ടാവും, ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്നതായിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിലായിരിക്കും, പല രീതിയിൽ നമ്മൾ നിയന്ത്രിക്കുന്നത്. പക്ഷെ എത്ര നിയന്ത്രിച്ചാലും ഈ മനസ്സ് വളരെ പാടാണ് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ശരണമടയുകയും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉദ്ദേശം, ഇപ്പൊ ശ്രീല പ്രഭുപാദ് നമ്മളോട് 4 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് പറഞ്ഞു. നമ്മൾ ആദ്യം അത് ചിലപ്പോൾ കേൾക്കത്തില്ലായിരിക്കും. ഒരു ദീക്ഷയൊന്നും എടുക്കാത്ത ഭക്തൻ ചിലപ്പം പ്രഭുപാദ് അദ്ദേഹം പറയുന്നതല്ല, ഞാൻ എന്തിനാ കേൾക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ദീക്ഷയൊക്കെ എടുത്ത് നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പം ഉടനെ നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, അത് ചെയ്യാം, ഈ രീതിയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ തന്നെ അതിനകത്ത് പല പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതിനും ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ നിയന്ത്രിക്കാം. പക്ഷെ ഭഗവാന്റെ നിർദ്ദേശത്തിന് ഞാൻ പൂർണ്ണമായിട്ട് വഴിപ്പെടുന്നു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കേണ്ടത്, ഭഗവാന്റെയും ഗുരുവിന്റെയും ഒക്കെ നിർദ്ദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്, നമ്മൾ ഫുള്ളി ആ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സറണ്ടർ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ആദ്യം നമ്മുടെ മനസ്സ് സെൻസ് ഗ്രാറ്റിഫിക്കേഷന് പോവും, രണ്ടാമത് നമ്മൾ സ്ട്രഗിൾ ചെയ്യും, മൂന്നാമത് നമ്മൾ സറണ്ടർ ചെയ്യും. അപ്പൊ സറണ്ടർ ചെയ്യുമ്പോഴാണ് മനസ്സിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നത്. പണ്ടൊരു ലെക്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഗജേന്ദ്രന്റെ ഉദാഹരണമാണ്. ഗജേന്ദ്രൻ
ഒരു ആനയാണ് അദ്ദേഹം. ഒരു ആനകളുടെ രാജാവുമാണ്. അദ്ദേഹത്തിന് ഒരുപാട് പത്നിമാരുണ്ട്, കുട്ടികളുണ്ട്. അദ്ദേഹം വളരെയധികം ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്ന വ്യക്തിയാണ്. അങ്ങനത്തെ വ്യക്തിയാണ് ഒരു തടാകത്തിന്റെ അരികിലേക്ക് ചെന്നത്. ഇന്ദ്രിയങ്ങൾ ആസ്വദിക്കുന്ന ആ വ്യക്തി ഇപ്പൊ മനസ്സിന്റെ പ്രവർത്തനം അനുസരിച്ചാണ് ഗജേന്ദ്രൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്ന ഗജേന്ദ്രൻ ഒരു തടാകത്തിൽ വന്ന് ഒരു സന്ദർഭത്തില് വീണ്ടും ഒരു മുതല വന്ന് ഗജേന്ദ്രന്റെ കാലിൽ വന്ന് പിടിക്കുക ചെയ്യുന്നത്. അപ്പൊ ആം, അപ്പൊ അദ്ദേഹം ആദ്യം ഒരുപാട് ബന്ധുജനങ്ങളും എല്ലാം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് നിന്നു. അദ്ദേഹത്തിനെ മുതലയുടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നിന്നു. പക്ഷെ മുതല വളരെ ശക്തിശാലിയാണ്. അപ്പൊ അതുകൊണ്ട് ഗജേന്ദ്രനെ രക്ഷപ്പെടുത്താൻ തന്റെ പത്നിമാർക്കോ മക്കൾക്കോ ഒന്നും സാധിച്ചില്ല. അവസാനം അദ്ദേഹം ഗജേന്ദ്രനെ അദ്ദേഹത്തിന്റെ വിധിക്ക് വിട്ടുകൊടുത്തിട്ട് പത്നിമാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അവരവരുടെ വഴിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഗജേന്ദ്രൻ ശരിക്ക് ഈ ഭൗതിക ലോകത്തിലെ ബന്ധങ്ങളുടെ നിരർത്ഥകത ശരിക്കും മനസ്സിലാവുന്നത്. ശരിക്കൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേന് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. ഉദാഹരണത്തിന് എല്ലാവരും അത് ഫേസ് ചെയ്യാൻ പോവാണ്. മരണസമയത്ത് നമ്മൾ മാത്രമാണ് മരിക്കുന്നത്. അപ്പം നമ്മൾ മാത്രമേ അവിടെ കാണുള്ളൂ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഗജേന്ദ്രന് വന്നു ചേരുകയാണ്. ഈ ഭൗതികമായ എല്ലാ കാര്യങ്ങളും, ഭൗതികമായ എല്ലാ സപ്പോർട്ടും ഒരു ഘട്ടത്തില് ഇല്ലാതായി തീരും എന്നുള്ള സിറ്റുവേഷനിലേക്ക് ഗജേന്ദ്രൻ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നു ചേരുന്ന ഗജേന്ദ്രൻ പിന്നെ അപ്പൊ ഇന്ദ്രിയാസ്വാദനം എനിക്ക് സന്തോഷം തരില്ല എന്നുള്ള കാര്യം ഗജേന്ദ്രന് മനസ്സിലായി. അപ്പൊ അങ്ങനെ മനസ്സിലായ ഗജേന്ദ്രൻ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ അദ്ദേഹം പിന്നെ സ്ട്രഗിൾ ചെയ്യാൻ മുതലയുടെ വായിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രമിക്കുകയാണ്. പക്ഷേ ആനയാണെങ്കിൽ കരയിലെ ജീവിയാണ്, മുതലയാണെങ്കിൽ വെള്ളത്തിലെ ജീവിയാണ്. അതുകൊണ്ട് ഗജേന്ദ്രൻ എത്ര ശ്രമിച്ചിട്ടും മുതലയ്ക്ക് കൂടുതൽ ശക്തി വരുന്നതല്ലാതെ ആനയുടെ ശക്തി കൂടുന്നില്ല. അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഗജേന്ദ്രൻ പൂർണ്ണമായിട്ട് ഭഗവാന്റെ ശരണം അടയുന്നത്. അപ്പൊ ഭഗവാന്റെ ശരണം അടഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് വേഗം രക്ഷപ്പെടാനായിട്ട് അത് വെറുതെ ശരണമടയിലല്ല. തന്റെ ബന്ധുമിത്രാദികളില്ല, തന്റെ കഴിവുകൊണ്ട് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, അതും പരാജയപ്പെടുന്നു. ഇപ്പൊ രണ്ടുമില്ല. തനിക്ക് എക്സ്റ്റേണൽ സപ്പോർട്ടും തന്റെ ഇന്റേണൽ സ്ട്രെങ്തും കൊണ്ട് തനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നിടത്താണ് ഗജേന്ദ്രൻ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണമടയുന്നത്. ദ്രൗപദിയുടെ ഉദാഹരണത്തിലും ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദ്രൗപദിയുടെ എക്സ്റ്റേണൽ ഭർത്താക്കന്മാർക്ക് സഹായിക്കാൻ പറ്റിയില്ല. ദ്രൗപദി തന്റെ കൈ കൊണ്ട് തന്റെ വസ്ത്രത്തെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചു. ആ ദ്രൗപദിക്ക് തന്റെ കഴിവുകൊണ്ടും ആ വസ്ത്രത്തെ പിടിച്ചു വെക്കാനായിട്ട് പറ്റിയില്ല. അവസാനമാണ് ദ്രൗപദി രണ്ട് കൈ ഉയർത്തി ഭഗവാനെ ശരണമടഞ്ഞത്. അപ്പൊ അതേപോലെ നമ്മളെല്ലാവരും മനസ്സിന്റെ ഒരു ഫ്ലോയിൽ, മനസ്സിന് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പം മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ആണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിന്റെ ഫൈനലി നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ സറണ്ടർ ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. മായയെ അതേപോലെയാണ്. മുതലയ്ക്ക് കൂടുതൽ അതിനകത്ത് കിടന്നപ്പം വീണ്ടും വീണ്ടും ശക്തി ആർജിച്ചതുപോലെ മായക്ക് ശക്തി കൂടത്തേ ഉള്ളൂ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും. അപ്പം നമ്മൾ വിചാരിക്കരുത് മായ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകും എന്നുള്ളത്. പക്ഷെ മായ അങ്ങനെ വിട്ടുപോകില്ല. നമ്മൾ ശരിക്കും സിൻസിയറായി ഭഗവാനെ സറണ്ടർ ചെയ്താലേ നമ്മളെ മായ വിട്ടുപോവുകയുള്ളൂ. അപ്പം അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോഴേ നമ്മുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ആവാൻ പറ്റുള്ളൂ. നമുക്ക് ഉടനടി ഗജേന്ദ്രന് ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. നമുക്ക് എന്തുകൊണ്ട് അത് പറ്റാത്തതെന്ന് വെച്ചാല് നമ്മൾ ഇപ്പോഴും ആ ഒരു ഗജേന്ദ്രന്റെ ഹെൽപ്ലെസ് മൂഡിലല്ല എന്നുള്ളതാണ് സത്യം.
നമ്മൾ ആ ഹെൽപ്ലെസ് മൂഡിലാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ സറണ്ടർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് മായയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടാണ്. മായ പതുക്കെ പതുക്കെയാണ് മരണം നമ്മളെ കാർന്ന് തിന്നുന്നത്. ഇപ്പം ഒരു സുപ്രഭാതത്തില് നമ്മൾ നരയ്ക്കൊന്നുമില്ല. പതുക്കെ പതുക്കെയാണ് നമ്മൾ നരയ്ക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അസുഖവും വരത്തില്ല. പതുക്കെ പതുക്കെയാണ് വരുന്നത്. മരണവും ഒരു സുപ്രഭാതത്തിലല്ല വരുന്നത്. പതുക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ ജീവിച്ചതിന് ശേഷമാണ് മരണം വരുന്നത്. അപ്പൊ പതുക്കെയാണ് മായ നമ്മളെ പിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് ഒത്തിരി സമയമുണ്ടെന്ന്. അപ്പൊ നമുക്ക് സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പെട്ടെന്ന് നമുക്ക് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രായമായി കഴിഞ്ഞാല് മായ നമ്മളെ വിട്ടുപോകും. എനിക്ക് ഇന്ദ്രിയങ്ങളിലെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. മായ കുറച്ച് പ്രവർത്തനമൊക്കെ ചെയ്ത് അത് യുവാവായിരിക്കുമ്പോഴായിരിക്കും മായ ഇത്രയും ശക്തം. ഞാൻ പ്രായമായി കഴിഞ്ഞാൽ മായ എന്നെ വീഴ്ത്താനായിട്ട് ശ്രമിക്കില്ല. അങ്ങനൊന്നും ഇല്ല. മമ മായ ദുരത്തെയാ. വളരെ പ്രയാസമാണ് മായയെ ജയിക്കാനായിട്ടെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. മായ ഒരിക്കലും വിട്ടുപോകത്തില്ല. ആ ഗജേന്ദ്രൻ വിചാരിച്ചു ആ ഒരു ആം, മുതല കുറച്ച് കഴിയുമ്പോ വിടുമെന്ന്. വിടത്തില്ല. അത് കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മൾ ദീക്ഷയെടുത്തു, നമ്മൾ നാമം ജപിക്കുന്നു, നമ്മൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ആണെന്ന് നമ്മളങ്ങ് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി സറണ്ടേർഡ് ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് ശരണമടയാനും പറ്റില്ല. അപ്പൊ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒന്ന് നമ്മള് മായ പതുക്കെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. രണ്ട്, മായയുടെ ശക്തി ഒരിക്കലും കുറയില്ല. മൂന്ന്, നമ്മൾ ഓൾറെഡി മായയുടെ പിടിയിലാണെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ സറണ്ടേർഡ് ആണ്, എലവേറ്റഡ് ആണെന്ന്. ഇതുകൊണ്ട് നമുക്ക് ആർക്കും ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായിട്ട് ഗജേന്ദ്രൻ ചെയ്യുന്നത് പോലെ ഹെൽപ്ലെസ് ആയിട്ട് നമുക്ക് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്താലേ മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. മൈൻഡിനെ പൂർണ്ണമായിട്ട് നമ്മുടെ വരുതിയിൽ വെക്കാൻ പറ്റുള്ളൂ. അതേസമയം തന്നെ നമുക്ക് ചെയ്യുകയും വേണം. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അതാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഭക്തന്മാരെ സേവിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഉം, ഭഗവാന്റെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു റിസർവേഷനും ഇല്ലാതെ ഏതൊക്കെ പരിശുദ്ധ ഭക്തന്മാർ നമ്മുടെ അടുത്ത് നമുക്ക് സാമീപ്യം കിട്ടുന്നുണ്ടോ അവരെയൊക്കെ നമ്മൾ സറണ്ടർ ചെയ്യണം. അതാണ് അർജുനനും ചെയ്തത്. കൃഷ്ണനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ് അർജുനൻ ചെയ്തത്. അതുകൊണ്ടാണ് അർജുനൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയത്. പക്ഷെ നമ്മളും നമുക്ക് കൃഷ്ണനെ നേരിട്ട് കാണാനുള്ള യോഗ്യതയില്ല. പക്ഷെ കൃഷ്ണന്റെ പ്രതിനിധികളായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമുക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അവസരമുണ്ട്. ഇപ്പൊ റീസെന്റ് തന്നെ വിനാശ നരസിംഹ മഹാരാജ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. ഈ തിരുവനന്തപുരം ക്ഷേത്രത്തിൽ വന്നിരുന്നു. അപ്പൊ കുറച്ച് ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരെയൊക്കെ സെർവ് ചെയ്യാനായിട്ട്. അതേപോലെ നമുക്ക് കരമന വന്നിരുന്നു. പല പല സ്ഥലങ്ങളിൽ മഹാരാജ് വന്നു. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഭക്തന്മാർ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് പോവുകയും അവരിൽ നിന്ന് കേൾക്കുകയും അവരെ സേവനം ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. അപ്പം എങ്ങനെയാണോ അർജുനന് കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയത്, അതേപോലെ ഇത്തരം പരിശുദ്ധ ഭക്തന്മാരെ സേവിക്കുന്നത് വഴി നമുക്കും നിയന്ത്രിക്കാനായിട്ട് പറ്റും. അല്ലാതെ മനസ്സിനെ വെറുതെ വിട്ടാലോ അല്ലെങ്കിൽ മനസ്സിനെ നമ്മുടെ കഴിവുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചാലോ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അർജുനൻ ചെയ്തതുപോലെ കൃഷ്ണനെ ശരണാഗതി എടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ കൃഷ്ണൻ നേരിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധികളായിട്ടുള്ള ആധ്യാത്മിക വ്യക്തികളെയും ആധ്യാത്മിക ഗുരുവിനെയും ഒക്കെ ശരണം പ്രാപിച്ച് അവരുടെ അസോസിയേഷൻ എടുത്ത് അവരുടെ അവരുടെ കാരുണ്യം കൊണ്ട് നമുക്കും ഈ അർജുനന് കിട്ടിയ അതേ മഹത്വം കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ശ്രീല പ്രഭുപാദ് ഈ ഭാവാർത്ഥത്തിൽ പറഞ്ഞത് തന്നതുപോലെ നമ്മൾ എപ്പോഴും ദയാലുവായി വർഗങ്ങളോടും കാരുണ്യം ഉണ്ടായിരിക്കണം, മൃദുല ഹൃദയനായിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. നമുക്ക് ഇതിൽ നിന്ന് ഭക്തിയിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കി മറ്റ് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ചിന്താഗതി പാടില്ല. ഭഗവാനെ സേവനം ചെയ്യണം, എനിക്ക് ഭഗവാനാണ് ഒരേ ഒരു ആശ്രയം, ഭഗവാനെ സേവനം ചെയ്യണം എന്നുള്ള ബോധ്യവും വേണം. ഇത്തരം കാര്യങ്ങളും പരിശുദ്ധ ഭക്തന്മാരുടെ അസോസിയേഷനും ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. പരിശുദ്ധ ഭക്തന്മാരെ സേവിക്കുക എന്ന് വെച്ചാൽ അവരെ ഫിസിക്കലി സേവനം ചെയ്യുന്നത് മാത്രമല്ല. ഇപ്പൊ ഇതേപോലത്തുള്ള ഉന്നതരായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങൾ വല്ലപ്പോഴുമാണ് നമുക്കൊക്കെ അസോസിയേഷൻ കിട്ടുന്നത്.
പക്ഷെ അവരുടെ നിർദ്ദേശങ്ങൾ എപ്പോഴും ഉണ്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട്, നാമം ജപിക്കാൻ പറയുന്നുണ്ട്, മംഗളാരതി അറ്റൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്, ഭാഗവതം വായിക്കാൻ പറയുന്നുണ്ട്, ഭക്തന്മാരുമായിട്ട് ഒരു സേവന മനോഭാവത്തോടെ ഇടപഴകാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നത് വഴി എപ്പോഴും അവരുടെ അസോസിയേഷൻ കിട്ടും. അത് മാത്രമല്ല, അവർ നമ്മുടെ നേരിട്ട് വരുന്ന സമയത്ത് അവരൊക്കെ ഭാഗവതം ക്ലാസ്സോ മറ്റ് ക്ലാസ്സുകളോ ഒക്കെ തരുന്ന സമയം എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കണം അത്തരം വ്യക്തിത്വങ്ങളുടെ അടുത്തേക്ക് പോകാൻ. ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്ന ഒരേ ഒരു ഉപായം അതാണ്. പരിശുദ്ധ ഭക്തിയുടെ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തിയുടെ ഭക്തന്മാരെ സേവിക്കുക എന്നതാണ്. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും അർജുനൻ അകപ്പെട്ട ആ വിഷമാവസ്ഥയിൽ നിന്ന് അദ്ദേഹം പുറത്തു വരുന്നത് പോലെ നമ്മളും ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേറ്റിൽ നിന്ന് നമ്മളും പ്യുവർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ, പ്യുവർ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ്, സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിലേക്ക് കടക്കുകയും നമ്മൾ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും നമുക്കും ഈശ്വരൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ ബന്ധത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് നിൽക്കാനും സാധിക്കും. ഇതാണ് നമുക്ക് ഈ ഒരു അദ്ദേഹത്തിലെ ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സാക്ഷാത്കാരങ്ങൾ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 5 മിനിറ്റും കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞത് മനസ്സിലായി പ്രഭു. അത് നമുക്ക് ഒരു ഡിവോഷണൽ സർവീസ്, അത് പ്യൂർ ഡിവോട്ടീസിനെ സെർവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. പക്ഷെ പ്യൂർ ഡിവോട്ടീസിനെ സെർവ് ചെയ്യുന്നത് അത്രയും എളുപ്പമല്ലേ പ്രഭു? അതിനും നമുക്ക് പ്യൂർ ആയവർക്ക് മാത്രമേ കിട്ടുന്നുണ്ടല്ലേ? അപ്പോ ഇങ്ങനെ മാറി മാറി കണ്ടീഷൻ ആയാലും നമ്മൾ ഇങ്ങനെ രക്ഷപ്പെടും പ്രഭു? താങ്ക് യു. പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധ ഭക്തന്മാരെ സേവനം ചെയ്യണമെങ്കിൽ നമുക്കൊരു പരിശുദ്ധി വേണം എന്നാണ് പ്രഭു പറയുന്നത്. അപ്പൊ നമുക്ക് പരിശുദ്ധി ഇല്ലല്ലോ, അപ്പൊ നമ്മൾ എങ്ങനെ ഇവരെ സേവനം ചെയ്യാം എന്നാണ് നമ്മൾ പ്രഭു ചോദിക്കുന്നത്. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് മതി ബ്രോ. ഇപ്പൊ ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ നമ്മളിപ്പം നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് സർവീസ് ചെയ്യാനോ വലിയ വലിയ സർവീസ് ചെയ്യാനോ ഒന്നും പറ്റണമെന്നില്ല. പക്ഷെ അവരൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് വന്ന് കേൾക്കാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കുക. എന്തെങ്കിലും ചെറിയ സേവനങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുക. നമുക്കൊന്നുമില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ദക്ഷിണ അവർക്ക് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വച്ചിട്ട് അത് വീണ്ടും വീണ്ടും പാലിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ചില വലിയ കുറച്ച് അടുത്ത് ഉന്നതമായ ഭക്തന്മാർക്കായിരിക്കും അവരെ പേഴ്സണലി ഒക്കെ സെർവ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ചിലപ്പോൾ കിട്ടുക. ചിലപ്പോൾ ചില ആൾക്ക് എല്ലാവർക്കും കൂടെ ഒരു വ്യക്തിയെ സെർവ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ ചില വ്യക്തികൾക്ക് അത് കിട്ടും. പക്ഷെ അവരിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹം എന്താ പറഞ്ഞത്, എന്താണ് അവർ നിർദ്ദേശം കൊടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ സേവനം ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ചെറിയ സേവനം ചെയ്താൽ പോലും അത് നമുക്ക് വലിയ വലിയ ബെനിഫിറ്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് മതി. ഇന്ന വ്യക്തി വന്ന് ഇത്രയും ദൂരെ നിന്ന് വന്ന് ഇത്രയും പ്രായമായ വ്യക്തി വന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നല്ലത് എനിക്ക് ചെയ്തു കൊടുക്കാം. അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ മൈക്കൊന്ന് മാറ്റി കൊടുക്കാം. അദ്ദേഹം ചിലപ്പോൾ വെള്ളം കുടിക്കായിരിക്കും, വെള്ളം എടുത്തു കൊടുക്കാം. അദ്ദേഹം ചിലപ്പോൾ ചൂടുണ്ടായിരിക്കും, ഒന്ന് വിശറി കൊടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാം. ഇങ്ങനെ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാൽ മതി എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനുള്ള അവസരം ഭഗവാൻ നൽകും. ക്ലിയർ ആയപ്പോ? താങ്ക് യു, ക്ലിയർ ആയപ്പോ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. പ്രഭു, ഈ ഫുൾ സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാധന ചെയ്യുന്നുണ്ട്, ഓരോ നമ്മള് ഗുരുവിന്റെ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അതിനോടൊപ്പം നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ പ്രഭു പറയുന്ന ഈ ഒരു ഫുൾ സറണ്ടർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണത്, എപ്പോഴാണിത് നമുക്ക് വരിക? അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറ്റില്ല എന്നുള്ള വരുമ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുന്നതാണോ,
അല്ലാതെ എങ്ങനെയാണ് പ്രഭു? അതൊന്ന് വിശദീകരിക്കാമോ? ഫുൾ സറണ്ടർ എന്ന് പറയുമ്പം ഭഗവത്ഗീതയിൽ പറയുന്നത് മാമേകയെ സർവധർമാൻ പരിത്യജ മാമേക സർവധർമാൻ പരിത്യജ മാമേക എന്നുള്ള മാമേക എന്നുള്ളൊരു വാക്ക് ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതാണ് സറണ്ടറിന്റെ ശരണം വ്രജ, അതാണോ പ്രഭു? അതെ അതെ മാജി. മാമേക എന്ന് മാമേക എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാനെ മാത്രം എന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റിലാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ ഒരു വ്യക്തി ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക, അല്ലെങ്കിൽ ഭഗവാനാണ് ഒൺലി ഷെൽട്ടർ എന്ന തലത്തിലേക്ക് വരുന്നതിനെയാണ് സറണ്ടർ എന്ന് പറയുന്നത്. അപ്പം എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സറണ്ടർ എന്ന് വരത്തില്ല. അപ്പം അതാണ് ഭഗവാൻ അവിടെ മാമേകം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഭക്തിവിഘ്ന വിനാശ നരസിംഹരാജനെ അടുത്ത് എനിക്ക് സെർവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പൊ അദ്ദേഹം 76 വയസ്സുള്ളൊരു വ്യക്തിയാണ്. പ്രായം ഉണ്ട്, അദ്ദേഹത്തിന് നടക്കാനും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇനി ചെന്നൈയിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു ഡിവോട്ടി ചോദിച്ചു, ചെന്നൈയിൽ ചെല്ലുമ്പം ആരെങ്കിലും അങ്ങേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് നോ, ഐ ഹോപ്പ് സോ എന്നിങ്ങനെ പറഞ്ഞു. എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നമുക്കതൊരു എക്സാമ്പിൾ ആണ്. അപ്പം ജഗത്സാക്ഷി പ്രഭു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ചെന്നൈയിൽ ടെമ്പിളിൽ വിളിച്ച് അത് അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഇത്രയും പ്രായമുള്ള വ്യക്തി ആരുടെയും സഹായം ഇല്ലാതാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അക്കമ്പനി ചെയ്യാനായിട്ട്, അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഫ്ലൈറ്റിൽ കയറി പോകുന്നത്. അതൊരു ഇതാണ്. കാരണം അദ്ദേഹം ഭഗവാന്റെ പ്രൊട്ടക്ഷനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളും നമ്മുടെ ലൈഫിനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ആ ഒരു ഫുള്ളി സറണ്ടേർഡ് മൂഡാണോ നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു വ്യക്തിയെ കണ്ടിട്ട് ഇയാൾ സറണ്ടേർഡ് ആണ്, ഇയാൾ സറണ്ടേർഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് മരണസമയത്ത് ഭഗവാനെ മാത്രം സ്മരിക്കുക എന്നുള്ളൊരു വേർഡാണ് അതിനകത്ത് വരുന്നത്. ആ ഒരു ശ്ലോകം എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. മാമേവം, എന്നെ മാത്രം. അപ്പൊ അവിടെ ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് സറണ്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സറണ്ടറിന്റെ 6 അംഗങ്ങളൊക്കെ നെക്ടർ ഓഫ് ഡിവോഷനിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭഗവാനെ മാത്രം എന്നുള്ളൊരു കണ്ടീഷൻ, അവിടെയാണ് സറണ്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് സറണ്ടർ അല്ല. എനിക്ക് അമേരിക്കയിലും പോകാം, ബ്രിട്ടീഷിലും പോകാം, ബ്രിട്ടനിലും പോകാം. അപ്പൊ അതൊരു സറണ്ടർ അല്ല. ഞാൻ അമേരിക്കയിൽ സറണ്ടർ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അമേരിക്കയിലും പോകാം, ബ്രിട്ടനിലും പോകാം എന്നുള്ളൊരു ഇത് വരുന്നു. പക്ഷെ എനിക്ക് അമേരിക്കയിൽ അല്ലാതെ വേറെ എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് അതേപോലെ ആണ് സറണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ടൈമായി. ഇത്രയും നേരം ഈ ഒരു ഭഗവത്ഗീത ചർച്ച കേട്ട എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ പ്രണാമം. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.